പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ല ഒരു സുപ്രഭാതമേവർക്കും നേരുന്നു. 18/11/2025 മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നിന്ന് കടുകുമണിയുടെ ഉപമയാണ്. വാക്യങ്ങൾ 30 മുതൽ 34 വരെ. കടുകുമണി വീട്ടിൽ സൂക്ഷിക്കുന്നവരാണ് നമ്മളെല്ലാവരും. കടുക് ഏറ്റവും ചെറിയ ഒരു വിത്താണ്. ഈശോ പറയുന്നു, ദൈവരാജ്യം കടുകുമണിക്ക് സദൃശ്യം. വിതയ്ക്കുമ്പോൾ അതൊരു ചെറിയ വിത്താണ്, എന്നാൽ ആ വിത്ത് വിതച്ചു കഴിഞ്ഞ് അത് കടുക് ചെടിയായി വളരും. ആ കടുക് ചെടി മരമായി വളരുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. മരമായും കടുക് ചെടി വളരും, കടുക് ചെടി അല്ലാതെയും ഉണ്ട്. ഇത് രണ്ടും കാറ്റഗറി സയൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. ഇനിയും ഈ കടുക് ചെടിയെ ഉപമിച്ചിട്ട്, സ്വർഗരാജ്യത്തോട് ഉപമിച്ചിട്ട് പറയുന്നത്, ഈ മരം വളരും, എല്ലാ മരവും. ഇനി കടുക് ചെടി എന്നുള്ളത് നമുക്ക് വിടാം, ഏത് ചെടിയും ഏത് മരവും വളരും. ഈ വളരുമ്പോൾ ഈ മരം നമുക്ക് പ്രധാനമായിട്ട് നൽകുന്നത്, യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ അത് ശാസ്ത്രീയമായി കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, നമുക്ക് ഓക്സിജൻ, ശുദ്ധവായു കിട്ടുന്നു അതിൽ നിന്ന്. രണ്ടാമത്, അതിൻ്റെ തണൽ നമുക്ക് അല്പം നേരം സ്വസ്ഥമായി ഇരിക്കാൻ സാധിക്കും. വീടിൻ്റെ മുകളിലേക്ക് ഒരു മരം വളർന്നിട്ടുണ്ട് എങ്കിൽ അതിന് ദൂഷ്യവശവുമുണ്ട്, നന്മവശമുണ്ട്. ഒന്ന് തണുപ്പ് നന്നായിട്ട് കിട്ടും, ദൂഷ്യവശം അതിൻ്റെ കരിയിലേക്ക് അതിൻ്റെ മുകളിൽ കാണും. ഇനി അടുത്തത്, ഈ മരത്തിൻ്റെ ഉപയോഗം, അത് നമുക്ക് പക്ഷികൾക്ക് ചേക്കേറാം. പക്ഷികൾക്ക് അതിൻ്റെ ശിഖരങ്ങളിൽ ചേക്കേറാം. ഇവിടെയൊക്കെ വായിച്ചു കേട്ടൊരു വാക്ക് ഞാൻ ഓർമ്മിപ്പിക്കാം. ആ ശിഖരത്തിൽ ഏതെങ്കിലും ഒരു പക്ഷി ഇരിക്കുക, അത് ഉണങ്ങിയതാണ് എന്ന് പക്ഷി ഉണങ്ങിയ ശിഖരത്തിലിരിക്കുന്നു, അത് ഒടിഞ്ഞാൽ പക്ഷി പേടിക്കില്ല. കാരണം എന്താ? പക്ഷി ആ ഒടിഞ്ഞിരുന്ന ശിഖരത്തിലല്ല ആശ്രയിക്കുന്നത്, അവൻ്റെ ചിറകിലാണ്. ഇത് മറ്റൊരാശയമാണ്, മറ്റൊരു രൂപത്തിൽ. അതായത് പക്ഷി ആശ്രയിക്കുന്നത് ഒടിയുന്ന മരത്തിലല്ല, അവൻ്റെ ചിറകിലാണ്. അതുകൊണ്ട് അവൻ എവിടെ ഇരിക്കുന്നു എന്നുള്ള വിഷയമല്ല. പക്ഷേ പക്ഷി കൂട് വെക്കുന്നത് അതിന് സ്വസ്ഥമായിട്ടിരിക്കാൻ വേണ്ടി മാത്രമല്ല, അതിൻ്റെ സന്താന വർദ്ധിത അല്ലെങ്കിൽ അതിൻ്റെ സന്താന ഉൽപ്പാദനത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഞാനിത് ആ ഉപമ, മരം അല്ലെങ്കിൽ ചെടി, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാവർക്കും ലളിതമായിട്ട്. ഇനി ഞാൻ ഒരു കാര്യം അടുത്തിട്ട് പറയുന്നത്, മനുഷ്യരും ഇതുപോലൊക്കെ മരങ്ങളാണ്. ആദ്യം തന്നെ മനുഷ്യൻ മറ്റൊരാൾക്ക് താങ്കളിലേക്ക് വരാൻ സാധിക്കുന്ന വ്യക്തി, അതായത് അപ്രോച്ചബിൾ മാൻ, അപ്രോച്ചബിൾ വുമൺ, അപ്രോച്ചബിൾ ഹ്യൂമൻ ബീങ്, അദ്ദേഹത്തിനടുക്കെ പോയാൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അടുക്കെ പോയാൽ അല്പനേരം സ്വസ്ഥമായിരിക്കാം, സംസാരിക്കാം എന്ന് തോന്നുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ശരിക്കും മറ്റുള്ളവർക്ക് ചേക്കേറാൻ പറ്റിയ സ്ഥലമാണ്. ചേക്കേറാൻ ആര് വരുന്നു എന്നുള്ളത് വിവേചിച്ചറിയേണ്ടത് നിങ്ങളാണ്. നശീകരണത്തിൻ്റെ ചേക്കേറലുമായിട്ട് ചിലർ വരും, അപ്പോൾ സൂക്ഷിക്കണം. പാമ്പിനെ പോലെ വിവേകം വേണം. അപ്പോൾ ചേക്കേറാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അല്പനേരം സ്വസ്ഥമായി സംസാരിക്കാൻ സാധിക്കുക. ഞാൻ ഇന്നലെ ക്ലാസ്സിലെടുത്തപ്പോൾ പറഞ്ഞ കുട്ടികളോട്, എന്താണ് രണ്ടുപേർ തമ്മിലുള്ള സംസാരത്തിൻ്റെ ഏറ്റവും ശക്തമായ കാര്യം എന്ന് ചോദിച്ചാൽ അതേ ഉള്ളൂ, ശ്രദ്ധിക്കുക. ലിസൺ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ചേക്കേറാൻ വരുന്നവർക്ക് അവിടെ സ്വസ്ഥമായിട്ട് അല്പനേരം ഇരിക്കാം. എന്നിട്ട് ഈശോ പറയുന്നു, ഈ കടുകുമണി എങ്ങനെ ഇത് വളർന്ന് മരമായിത്തീരുന്നോ, മറ്റുള്ളവർ അതിലെ സ്വസ്ഥമായി വന്നിരിക്കുന്നു, അതുപോലെയാണ് ദൈവരാജ്യവും. ഇതിങ്ങനെ പടർന്ന് പന്തലിക്കും. ഇഷ്ടമുള്ളവർക്കൊക്കെ വരാം, ഇഷ്ടമുള്ളവർക്ക് അതിൽ സ്വസ്ഥമായിട്ടിരിക്കാം. മനുഷ്യജീവിതത്തിൽ നമുക്കും പരിശ്രമിക്കാം, മറ്റുള്ളവർക്ക് അപ്രോച്ചബിളാകാം. ഇനി അടുത്ത ഇതിൻ്റെ ഒരു തലം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വാക്ക്, അവൻ്റെ നടത്തം, അവൻ്റെ പ്രവൃത്തി, അവൻ്റെ ചിന്ത, ഇതൊക്കെ ഒരു കുടുംബത്തിന് മാത്രമല്ല, ഒരു കുടുംബത്തിന് ഉതകുന്ന ഏറ്റവും നല്ലത് ഒരു കുടുംബത്തിന് മാത്രം ഒതുക്കുകയല്ല. ഒരു നോട്ടം കൊണ്ടോ, ഒരു വാക്കുകൊണ്ടോ, ഒരു സ്പർശനം കൊണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം കൊണ്ടോ മറ്റുള്ളവർക്കൂടെ നന്മ ചെയ്യാൻ താങ്കൾക്ക് സാധിക്കുന്നു എങ്കിൽ അവിടെയാണ് താങ്കളുടെ ജീവിതം പൂർണ്ണമായി ഉപയുക്തമാകുന്നത്, അല്ലെങ്കിൽ പ്രയോജനപ്രദമാകുന്നത്. ഈ ഭൂമിയിൽ ഒറ്റയൊരാൾ പോലും കഴിവുകളൊന്നും ഇല്ലാത്തവരായിട്ടില്ല. അതുകൊണ്ട് ആ കഴിവുകളെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വളർത്തിയെടുക്കാൻ പരിശ്രമിക്കുക. അങ്ങനെ വളരാൻ ഈ സമൂഹത്തിലുള്ള എല്ലാവർക്കും സാധ്യതമാകട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ പ്രത്യേകം ആശംസിക്കുകയാണ്. സന്തോഷത്തിൻ്റെ ഒരു ദിവസമാകട്ടെ. കടുകുമണി വീട്ടിലിരുന്നാൽ അത് വിത്താവില്ല.
അത് മണ്ണിലും വെള്ളത്തിലും കൃത്യമായിട്ട് എത്തണം. എത്താൻ പരിശ്രമിച്ചാൽ വളരാനും സാധിക്കും. നന്മയോടെ നിർത്തുന്നു. ജോൺസൺ കേവ്.